ഞാൻ നിൽക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുന്നമടയിലാണ്. പുന്നമടയിലെ കന്നിട്ട ബോട്ട്ജെട്ടിയിലാണ്. ഇക്കുറിയും 71ഓളം ചുണ്ടൻ വള്ളങ്ങളാണ് 72ാം നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. ആ 22 ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നിനൊന്ന് കേമമാണ് കേട്ടോ. അതിൽ ആദ്യത്തെ 7 സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരം തീപാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേട്ടാ നമസ്കാരം. ഇത്തവണ ആരടിക്കും? നല്ല മത്സരമാണ്. നല്ല ടൈറ്റ് മത്സരമാണ്. സാധ്യതയുണ്ട്. പള്ളാത്തുരുത്തി എടുക്കുമോ? ഉറപ്പായിട്ട് എടുക്കും എന്നാണ്. ഓരോ കരയിൽ പോകുമ്പോഴും ആത്മവിശ്വാസം ഉണ്ടല്ലോ ചെറുതല്ല. പള്ളാത്തുരുത്തി മേൽപ്പാടം ചുണ്ടനാണ് അല്ലേ ക്യാപ്റ്റൻ? പള്ളാത്തുരുത്തി കരയെത്തിയ പള്ളാത്തുരുത്തി കയർക്കൊപ്പം കൈനഗരിയിലെത്തിയാൽ അതെ. അത്തിനന്തം പാടിയല്ലോ തിന്തിനന്തം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാമങ്ങളൊന്നും. 2 വനിതകൾ ക്യാപ്റ്റന്മാരായിട്ടുള്ള ഏക ചുണ്ടൻ വള്ളമാണ് ഇക്കുറി മത്സരിക്കാൻ പോകുന്നത്. പണ്ട് ചുണ്ടൻ വള്ളങ്ങളിൽ വനിതകളെ അടുത്തുപോലും പ്രവേശിപ്പിക്കാത്ത പണ്ടത്തെ കാലത്തെ കുറിച്ച് കേട്ടുകഥകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ ചുണ്ടൻ വള്ളത്തെ നയിക്കാൻ പോകുന്ന 2 ക്യാപ്റ്റന്മാർ. ഒരു കരയുടെ മുഴുവൻ പ്രാർത്ഥന, ഒരു കരയുടെ മുഴുവൻ നെഞ്ചിടിപ്പ്, ഒരു കരയുടെ മുഴുവൻ ആവേശം. നോക്കുക, ആവേശം നീരണിയുന്ന കാഴ്ച. ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ. പുന്നമടക്കായലിൽ ആവേശത്തിന്റെ ഓളം തീർക്കാൻ ജലമാമാങ്കം. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന് നിമിഷങ്ങൾ മാത്രമേയുള്ളൂ. 21 ചുണ്ടനുകളടക്കം 70 വള്ളങ്ങളാണ് മാറ്റിവെക്കുന്നത്. 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പള്ളാത്തുരുത്തി, ചുണ്ടൻ, മേൽപ്പാടമടക്കമുള്ള ചുണ്ടൻ വള്ളങ്ങൾ നീരണിഞ്ഞു കഴിഞ്ഞു. ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ടി വി പ്രസാദും മനീഷ് മഹിപാലുമുണ്ട്. ടി വി പ്രസാദ്, ആവേശം വാനോളമാണ്. മത്സരം തുടങ്ങാൻ ഇനി അല്പസമയം കൂടിയുള്ളൂ. 2 മണിക്കാണ് ഉദ്ഘാടനം. പക്ഷേ നീറ്റിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വള്ളങ്ങൾ. എന്താണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ച? ആ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് സ്മൃതി. ആലപ്പുഴയിലെ ഫിനിഷിംഗ് പോയിന്റ് 2 മണിക്ക് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇനി വെറും 50 മിനിറ്റ് ബാക്കി. അതിനു മുന്നോടിയായി എനിക്ക് തൊട്ടപ്പുറത്തുള്ള പവലിയന് മുന്നിൽ ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്ന 28 ചുണ്ടനുകളും മാസ് ഡ്രില്ലായി പങ്കെടുക്കും. അവിടുന്ന് ശേഷമാണ് പിന്നീട് ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങുക. 3 മണിയോടുകൂടി ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. ആകെയുള്ള 21 ചുണ്ടൻ വെള്ളങ്ങൾ വിവിധ ഹീറ്റ്സുകളിലായി മത്സരിക്കുമ്പോൾ അതിൽ മികച്ച സമയം കുറിക്കുന്ന 4 ടീമുകളാണ്, 4 ചുണ്ടനുകളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടുക. ആരാണ് ഇത്തവണ ഇനി ആര് വിജയിച്ചാലും സ്മൃതി അത് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഫിനിഷിംഗ് പോയിന്റിലാണ്. ഇവിടെയാണ് ഏത് ചുണ്ടനാണ് എത്തിച്ചേരുന്നത് എന്ന് കൃത്യമായി കാണാൻ കഴിയുന്ന ഈ ഫിനിഷിംഗ് പോയിന്റിൽ തന്നെയാണുള്ളത്. 10,000-കണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ ആലപ്പുഴയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പവലിയന്റെ ഫിനിഷിംഗ് പോയിന്റിലെ 2 ഭാഗത്തുമുള്ള പവലിയൻ ഇതിനകം തന്നെ നിറഞ്ഞു കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ ഒഴുക്കാൻ ഇങ്ങോട്ടേക്ക് ആഘോഷിക്കുന്ന അതിശക്തമായ മത്സരം. മനീഷ് സ്മൃതി എനിക്കൊപ്പം. മനീഷ്, എന്തുകൊണ്ടാണ് ഇത്തവണത്തെ മത്സരം ഏറെ ആവേശകരമാവുന്നത്? ഒന്നാമത്തെ കാര്യം, മത്സര തുക വർദ്ധിപ്പിച്ചു. പിന്നെ കപ്പ മാത്രം ലക്ഷ്യമിട്ട് 10 ചുണ്ടനെത്തുന്നു. 1ാമത്തെ ഹീറ്റ്സിലും 3ാമത്തെ ഹീറ്റ്സിലും തീ മാറുമെന്ന് ഉറപ്പാണ്. 1ാമത്തെ ഹീറ്റ്സിൽ UBCയും വില്ലേജ് ബോട്ട് ക്ലബും നേരിട്ട് ഏറ്റുമുട്ടുന്നു. 3ാമത്തെ ഹീറ്റ്സിൽ നടുഭാഗവും ഒപ്പം തന്നെ പള്ളാത്തുരുത്തിയും. അങ്ങനെ 2 ഹീറ്റ്സിൽ പൊടി മാറും. ആര് ജയിക്കുമെന്ന് പറയാനില്ല. അവിടെ അത്രത്തോളം ആവേശമുണ്ട്. ആര് ജയിക്കും, ആര് പുന്നമടയിലെ ജലരാജാക്കന്മാരും നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ സാധിക്കില്ല. എന്താണെങ്കിലും 10 പേർക്കും സാധ്യതയുണ്ട്. സ്മൃതി, ഇതാ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണല്ലോ. ഈ ആവേശം കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ജയിക്കുക? ഞങ്ങൾ മേപ്പാടം ചുണ്ടന്റെ ആൾക്കാരാണ്. ആരാ ജയിക്കുക? മേപ്പാടം BBC. ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ആരും വേണ്ട, ഞങ്ങൾക്ക് തന്നെ കപ്പ്. BBC മേൽപ്പാടം. കഴിഞ്ഞ വർഷത്തെ ക്ഷീണം തീർക്കാറുണ്ട്. അത് തീർക്കും. ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഡബിൾ ഹാട്രിക്കിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പള്ളാത്തുരുത്തി ഒന്ന് പിഴച്ചുപോയത്, ഒരു താളപ്പിഴ ഉണ്ടായത്. പക്ഷെ ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് പിറകിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും കാണാം സ്മൃതി, 1000-കണക്കിന് ആളുകളാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയത്. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാത്രമല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ശരി പ്രസാദ്, അല്പസമയത്തിനകം ഈ ആവേശ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം.